ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5:45 ഒക്കെ ആകുമ്പോൾ തന്നെ അലൻ സിജിയിലേക്ക് പോകും കേട്ടോ. മൺഡേ മാത്രമാണ് അലൻ ഓഫ് ഉള്ളത്. അപ്പോൾ ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ അലാം അങ്ങ് അടിച്ചു തുടങ്ങും. അതിൻ്റെ കൂടെ ഞാനും എണീക്കും. പിന്നെ ഞാൻ അങ്ങനെ വന്ന് പിള്ളേരുടെ കൂടെ താഴെ കിഡ്സ് റൂമിൽ വന്ന് കിടക്കും. രാവിലെ എല്ലാ ദിവസവും ഈ കുരിശ് വരയ്ക്കുന്ന പതിവൊന്നുമില്ല. ഇന്ന് എൻ്റെ പണിയൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്തേക്കണേ എന്നാണ് ആ കുരിശ് വരച്ചത്. നാളെ സാറ്റർഡേ സ്കൂളിൽ എക്സിബിഷനാണ്. എക്സിബിഷൻ മാത്രമല്ല, സ്കൂൾ ഫെസ്റ്റും ഉണ്ട്. എക്സിബിഷനുള്ള ഐറ്റംസൊക്കെ ഇന്നലെ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ കൊണ്ടുവന്നിട്ടുള്ള ചാർട്ട് വർക്ക്സും മറ്റുമൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇനി നല്ല രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. കഴിഞ്ഞ തവണയും ഞങ്ങൾ ഏതാണ്ട് സ്കൂൾ വിട്ടപ്പോൾ അറൗണ്ട് 7 o'clock ഒക്കെ ആയി. ഇപ്രാവശ്യം അതിന് മുന്നേ തന്നെ കറക്റ്റ് ടൈമിൽ തീരടേന്നും എല്ലാം നല്ലപോലെ നടക്കണമെന്നൊക്കെ. ഇനി ഒരു 2-3 ദിവസത്തേക്ക് പ്രാർത്ഥന ഉണ്ടാവും. എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുള്ളപ്പോൾ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലാതെ രാവിലെ ഈ കുരിശ് വരെയൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ കുറച്ച് മത്തി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് അത് അരപ്പ് പുരട്ടുക. ഇത് കറി വെക്കണോ പൊരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും പൊരിക്കാമെന്ന് തീരുമാനിച്ചിട്ട് രാവിലെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. രാത്രി ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ വെച്ചിരുന്നു. ഇത് ഒരു കൺഫ്യൂഷൻ വരാനുള്ള റീസൺ, കറി വെക്കാനായിട്ട് ഇവിടെ ഒന്നും ഇരിപ്പില്ലായിരുന്നു. നമ്മൾ വറുത്ത കുറച്ച് ചൂരയുടെ പീസസ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അമ്മ അത് കറിയാക്കുന്നു. ഈ വറുത്ത മീൻ കറി വയ്ക്കുന്നതും ഒരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ കറി വയ്ക്കുന്നതും നല്ലതാണ്, പിന്നെ മുളകിൽ വയ്ക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ ഇത് നല്ല മാംസമുള്ള മീനായതുകൊണ്ട്, ചൂര ആയതുകൊണ്ട് അമ്മ മുളക് കറി വയ്ക്കുക. മത്തി അരപ്പൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. കാപ്പിക്കുള്ള വെള്ളം ഞാൻ ആദ്യമേ അവിടെ കെറ്റിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കാപ്പി ഉണ്ടാക്കാം. എല്ലാ ദിവസവും ഡെയിലി വീഡിയോ മിസ് ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ടടാ. പക്ഷേ ഞാൻ മുമ്പും പറഞ്ഞതാണ്, അത് ഇടുന്നത് കൊണ്ട് എനിക്കൊരു കാര്യവും ഇല്ല. അത് വ്യൂ ഒന്നും വരാതിരിക്കുമ്പോൾ വിഷമാവുമെന്നല്ലാതെ എന്തായാലും 1K വ്യൂസ് കിട്ടും. അപ്പോൾ 1K വ്യൂസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസത്തെയും എൻ്റെ ഫുൾ ടൈം എനിക്കങ്ങോട്ട് മാറ്റി വയ്ക്കാൻ തോന്നുന്നില്ല. പിന്നെ അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നോക്കാം, നമുക്ക് ചാനൽ ഇച്ചിരി നല്ല രീതിയിലൊക്കെ വരുവാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇടുന്ന വീഡിയോയ്ക്ക് ഒരു 5K വ്യൂസെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ എല്ലാ ദിവസമൊക്കെ ചെയ്യുന്നതിനൊരു മീനിങ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു എന്താ പറയുന്നത്, 100 രൂപ തരാം, ഒരാഴ്ച മൊത്തം പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? അതേ കണക്ക് തന്നെ ഇതും. പിന്നെ അതിന് അങ്ങനെ ആരെയും ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇറ്റ് ഈസ് അപ് ടു യു. കാണുന്നതിൻ്റെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കാണുന്നതും ഒക്കെ. ഈ ഒരു ജാനറിൽ നല്ല കോമ്പറ്റീഷനുമാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഒത്തിരി പേരുണ്ട് ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന, കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന. അത് എൻ്റെ ശൈലിക്ക് എൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും, ദാറ്റ് ഇത് എന്തെങ്കിലും ഒരു വ്യത്യാസം എൻ്റെ ഈ വീഡിയോസിനുണ്ടെന്ന്.
രാവിലത്തെ കോഫി ഇപ്പം നമ്മൾ മിക്കപ്പോഴും ഒറ്റയ്ക്കാണല്ലോ കുടിക്കുന്നത്. കോഫിയും എടുത്തിട്ട് നേരെ ഞാൻ മുകളിലേക്ക് വരും. അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയി നിന്ന് സൺറൈസും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കാപ്പി തീരുമ്പോഴേക്ക് ബോക്സ് കറക്റ്റ് പരുവത്തിന് ചൂടായിട്ടുണ്ടാവും. അപ്പോഴാണ് പിന്നെ അയണൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഇപ്പുറത്തെ സൈഡിലെ മതിലിൽ കാണുന്നത് ഈ 3 വിൻഡോയുടെ ഷാഡോ ആണ്. ഈ ഒരു സൈഡ് ഞാൻ അധികം അങ്ങോട്ട് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ രാവിലത്തെ തേപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് പോന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഈ വീഡിയോസിനുണ്ടെങ്കിലും തന്നെ എൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും ഞാൻ ഹാർഡ്ലി വല്ലപ്പോഴേ അത് പോയി നിന്ന് നോക്കി എൻജോയ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ വീഡിയോസ് എടുക്കേണ്ടത് കൊണ്ട് പോയി അതിങ്ങനെ ക്യാമറ വെച്ച് ഈ ഫ്രെയിമിനകത്തൂടെ കാണുമ്പോൾ ദൈവം ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഇതിനെന്നൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. അത് എൻ്റെ വീഡിയോസ് അങ്ങനെ ഞാൻ സൺസെറ്റിനോടും സൺറൈസിനോടും ഉപമിക്കുന്നതല്ല. ഈവൺ ഇഫ് ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു എ സർട്ടൻ പീപ്പിൾ, ഇത് അവരിലേക്ക് എത്തണമെന്ന് മാത്രമല്ല അവരിതൊക്കെ ഡെയിലി ഇരുന്ന് കാണണമെന്ന് അവർ ചൂസ് ചെയ്യണമല്ലോ. ഇവിടെ കിടക്കുന്ന കടലിനെയും സൂര്യനെയൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നത് പോലെ നിങ്ങളിൽ പലരും, അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇസ് അബവ് 4K. എൻ്റെ വീഡിയോസിന് വാച്ച് വരുന്നത് 1K. ഈ 4Kയിൽ ആകെ 1K ആൾക്കാരെ സ്ഥിരം അവരുടെ ടൈമിൽ നിന്ന് കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് അനദർ ഹാർഡ് ബിൽ. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, പോട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. ഇത്രയും പരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ഇതേ മത്തി വറുക്കാനിട്ടു. ഇത്രയും നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല, അത് മതി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് കുഴലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആലൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇപ്പോൾ പുട്ടും പഴവും ഉപ്പുമാവും പഴവും മറ്റേ നമ്മുടെ പിടിയും പാപ്പയും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, മധുരമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതേ രാവിലെ കുഴലപ്പം ഉണ്ടാക്കാനായിട്ട് ഉപ്പും പഞ്ചസാരയും ബൗളിലേക്കിട്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ, അത് 2 സ്പൂൺ, 1 സ്പൂണേ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കി 2 സ്പൂൺ ഇത്രയും കൂടെ വേണോ എന്ന് ചിന്തിച്ചിട്ട് എടുത്തതാണ്. അതുകൊണ്ട് അളവൊന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അതങ്ങോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് മീനൊക്കെ മറിച്ചിടാം. അമ്മ ഇവിടെ തേങ്ങ തിരുമുന്നുണ്ട് ഇതിനകത്ത് ഫില്ലിങ്സ് വെക്കാനായിട്ട്. മീൻ വറുക്കാനായിട്ട് ഇട്ടപ്പോഴും മറിച്ചിട്ടപ്പോഴും കുറച്ച് എണ്ണയൊക്കെ സ്പില്ലായി ഗ്യാസിൻ്റെ മേലെ വീണ് കേട്ടോ. അതിങ്ങനെ ഞാൻ ആ പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബാക്കി അങ്ങ് തുടയ്ക്കും. ഇനിയും വീഴും, എന്നാലും അതവിടെ കിടക്കുന്നത് എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് ആ ഫ്രൈയിങ് പാൻ പൊക്കി അവിടെ മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു. ഇത് ന്യൂഡിൽസാണ്. കുക്കു സാറിന് ഇന്നലെ മെനഞ്ഞാന്ന് സ്കൂളിൽ മലയാളം നോട്ട്സ് കൊടുത്തപ്പോഴത്തേക്ക് ഹോംവർക്കായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 4ഉം 5ഉം പഠിച്ചുകൊണ്ട് വരാനാണ് കൊടുത്തിരുന്നത്. ഈ ന്യൂഡിൽസിന് പിന്നിലെ കഥയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 3 വെട്ടി അത് 4 ആക്കിയിട്ടിട്ട് 5 വെച്ചു. അപ്പോൾ 4 വലിയ ആൻസർ ആയതുകൊണ്ട് അത് പഠിക്കണ്ടെന്ന് മിസ്സ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 1, 2, 3 and 5 ആണ് പഠിക്കാനുള്ളത്. അങ്ങനെ കള്ളത്തരമൊക്കെ കാണിച്ചത് ഞാൻ ആലനോട് പറഞ്ഞപ്പോൾ ഇവന് ഒരുപാട് സ്കൂളിൽ ഇപ്പോൾ 2-3 കാര്യങ്ങളായി കേട്ടോ, പറയുന്നതെന്ന് അനുസരിക്കുന്നില്ല, ഇത്തിരി കുരുത്തക്കേട് കൂടി വരുന്നുണ്ട്. അപ്പം മുടി വളർത്തുന്നത് അവൻ്റെ ഇഷ്ടത്തിന് വിട്ടിരുന്നതാണല്ലോ. അപ്പോൾ ഇന്നലെ ആയപ്പോഴത്തേക്ക് അപ്പൻ്റെ വക വേണ്ട, അവൻ നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഇഷ്ടം നമ്മൾ നോക്കണ്ടല്ലോ, മുടി അങ്ങ് വെട്ടിയേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ മുടി വെട്ടാൻ അവനും ഓക്കെ ആയി. ഞങ്ങൾ പോയി മുടിയൊക്കെ വെട്ടി. മുടി വെട്ടിയ സങ്കടത്തിൽ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയണമല്ലോ, എനിക്ക് നാളെ ന്യൂഡിൽസ് തന്നിടാവുമെന്ന്. അപ്പോൾ പിന്നെ ഓൾറെഡി ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയല്ലേ, വെട്ടിക്കളഞ്ഞില്ലേ. അങ്ങനെ ഇന്ന് ലഞ്ചിന് അവന് ന്യൂഡിൽസ് കൊടുത്തു വിടാമെന്ന് ഇന്നലെ ഞാൻ സമ്മതിച്ചു. പിന്നെ കഴിക്കാൻ ചീസ് ബോൾസും വേണമെന്ന് പറഞ്ഞു, അതും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. കാരണം സ്കൂളിന് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് തന്നെ ഒരു ഡിസിപ്ലിനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അത് വരണമെങ്കിൽ സ്കൂളിലെ റൂൾസ് അബൈഡ് ചെയ്യണം, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് പോകണം എന്നുള്ളതിൽ വരുന്നതാണ് ഈ മുടി. അപ്പോൾ ഈ മുടി വളർത്തുന്നത് ഇവിടെ ഹെയർ ക്രീമൊക്കെ വെച്ച് ഒതുക്കിയാണ് സ്കൂളിലോട്ട് നീറ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ ആദ്യത്തെ ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്ക് മുടി വീണ്ടും കാക്കക്കൂട് പോലെയാവും. ഇന്നലെ മുടി വെട്ടാനായിട്ട് ബാർബർ ഷോപ്പിൽ ചെന്നപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആ ചേട്ടൻ ചോദിച്ചു, ഇത് എന്തുവാടാ നിൻ്റെ തലയിലിരിക്കുന്നതെന്നാ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആളെ കാണാം, നീറ്റായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിൽ കാഷ്യൂസും റേസൻസും ഒന്ന് വറുത്തിട്ട് തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ അതിനകത്ത് വെച്ച് തന്നെ വേവും, എന്നാലും ഇങ്ങനെ നെയ്യിലൊന്ന് ഇതാക്കി എടുക്കുമ്പോൾ ഒരു ടേസ്റ്റിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചു. നൂഡിൽസ് ഇതേ ആയിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ചൊന്ന് വറ്റി കിട്ടിയാൽ മതി. നൂഡിൽസിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് ഒരു 4 കാടമുട്ട ഞാൻ ചോറിൻ്റെ കൂടെ തന്നെ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്.
ഒരു ഭാഗത്ത് അതൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്കും കൊടുക്കാനുള്ള പാലൊക്കെ എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ എന്തായാലും ഇനി ഇത്തിരി കൂടെ താമസിക്കുമല്ലോ. അപ്പോൾ കുക്കു സാറിനും ആദ്യം പാല് കൊടുത്തിട്ട് പിന്നെ ഞാൻ ദോശ ചുട്ട് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വരുന്നത് വരെ അപ്പോൾ ഒരു തടയിടാമല്ലോ. കുപ്പി ഞാൻ അടയ്ക്കാത്തതേ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഉറക്കം എണീറ്റിട്ട് ലോ വേസ്റ്റായിട്ട് പാമ്പേഴ്സൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടാണ് ഈ വരുന്നത്. ഒരു തവണ മറ്റോ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് പാമ്പേഴ്സ് എന്താ ഇത്ര താഴ്ത്ത്. ഞാനതിന് മെസ്സേജായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത് മുടി വെട്ടി എൻ്റെ ഷോ ഓഫ്. എണീറ്റ ഉടനെ അവൻ തന്നെ വലിച്ച് താഴത്തോട്ട് തൂക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത്രയും സുസുവൊക്കെ ആയിട്ട് നമ്മൾ മാറ്റാണ്ട് വെച്ചിരിക്കുന്നതാണ്. പാൻ്റായാലും നിക്കറായാലും പാമ്പേഴ്സ് ആയാലും അവന് ഇളിയിലിടണം ഇപ്പോഴേ തന്നെ. അങ്ങനെ കുക്കു ഇതേ പാല് കുടിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. നിലുവിൻ്റെ പാല് ഞാൻ എടുത്ത് കൊടുത്തു. രാവിലെ ഒരു താങ്ക് യു ഒക്കെ കിട്ടും കേട്ടോ പാല് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് പോട്ടി പോക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അതൊക്കെ അമ്മയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ തന്നെ റെഡി ആവാനുള്ള സമയമായിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റണ്ണിങ്ങിൽ കഴിച്ചിട്ട് വേണം പെട്ടെന്ന് റെഡിയായിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട്. 9:15 ഫസ്റ്റ് ബെല്ല്. ഞാനൊരു 9:05 തന്നെ ഇറങ്ങാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ താക്കോല് കാണാതെയോ കിറ്റ് എടുക്കാതെയോ ഫോൺ എടുക്കാൻ മറന്നിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് 9:05 to 9:10 ആവാറുണ്ട് ഇറങ്ങേണ്ട സമയം. എത്ര എങ്ങോട്ട് മുമ്പോട്ട് പിടിച്ചാലും ആ സമയത്തിന് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പം നമ്മുടെ ആദ്യത്തെ ദോശ, ഇത് കല്ല് നല്ല രീതിക്ക് ഇത്തിരി ചൂടായി പോയി കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി ചൂടായി പോകുമ്പോഴത്തേക്ക് ആദ്യം ഒഴിക്കുന്ന സാധനം അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല, അവിടെ കയറി പിടിക്കും. പിന്നെ ഞാൻ തീയൊക്കെ കുറച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയാക്കി. ഇതിനിടയിൽ അമ്മ ദേ ചോറ് വാർത്തിട്ടു. അതിൻ്റെ അകത്തുനിന്ന് മുട്ടയും ഒക്കെ എടുത്ത് തോടൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂഡിൽസിന് കൊടുക്കാനുള്ള കാടമുട്ട. നമ്മുടെ ഫില്ലിങ്സ് എടുത്ത് വെച്ചിട്ട് ഇത് മടക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. എനിക്ക് നേർമയോടെ വേണം ദോശ. കട്ടിയായിട്ട് ചെയ്താൽ അത് കൊള്ളില്ല. അത് ഒന്ന് മടങ്ങാനുള്ള എളുപ്പത്തിന് ഇത്തിരി കട്ടി ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മടങ്ങത്തില്ല, നേർത്ത് പോയാലും മടങ്ങത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒരുവിധം മടങ്ങി ഇതിനകത്തേക്ക് മാറ്റി. സാധാരണ ഇത്തിരി അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ കുറച്ച് തേങ്ങ താഴെ പോവും. അതെന്തായാലും നടന്നില്ല. ഇത് ഇവനും ഡെല്ലയ്ക്കും ഒക്കെ ഉള്ള രണ്ടെണ്ണത്തിനും ഉള്ള സൂക്കേടാണ്. ഇപ്പോൾ ഇങ്ങനെ 2 ഫേസസ് ഉണ്ട്. അതിലൊന്നാണിത്, ഒന്ന് വേറൊരു ഫേസാണ്. രണ്ടുപേരും വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. കല്ലിൻ്റെ ചൂട് ഒരു പരുവായപ്പോഴത്തേക്ക് അടുത്ത ദോശ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് എടുത്ത് വയ്ക്കാം. കുക്കുവിൻ്റെ ലഞ്ച് ബോക്സ് പൊട്ടി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ പല പല പാത്രങ്ങൾ പല ദിവസമായിട്ട് കാണുന്നത്. കൊടുത്തുവിടുന്ന സംഭവത്തിനനുസരിച്ച് ഞാൻ ടിഫിൻ ബോക്സസ് മാറ്റിക്കൊണ്ടിരിക്കുക. ന്യൂഡിൽസിന് ഇത് മതി, ഒന്നും ലീക്ക് ഔട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ന്യൂഡിൽസും കാടമുട്ടയും ഫോക്കും ഒക്കെ വെച്ചു. ടൊമാറ്റോ സോസ് ഞാൻ ഈ സമയത്ത് മറന്നു പോയിരുന്നു, പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സാഷ എടുത്ത് അവൻ്റെ കിറ്റിൽ ഞാൻ ഇട്ടായിരുന്നു. ഇന്നലെ കഴിച്ച ചീസ് ബോൾസിൻ്റെ ബാക്കിയാണ് ഇന്ന് സ്നാക്സ് ആയിട്ടും കൊടുത്തു വിടുന്നത്. അമ്മയ്ക്കും നിലുവിനും ഉള്ളത് മിക്കവാറും ഞാൻ അമ്മയുടെ തലയിൽ തന്നെ ഇടും. എനിക്കുള്ള 2 കൂടെ ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോയി റെഡിയാവും. ഇത് ചെയ്തു വന്നപ്പോൾ തന്നെ ഏകദേശം 8:15 ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. പണ്ട് പപ്പ ഗൾഫിലായിരുന്നപ്പോഴത്തേക്ക് അമ്മ കിച്ചൻ്റെ വെളിയിലൊരു ചെറിയ അടുപ്പുണ്ടായിരുന്നു, മറ്റേ എടുത്ത് മാറ്റാൻ പറ്റുന്ന അടുപ്പ്. അതിൻ്റെ അകത്തിങ്ങനെ ഓലയൊക്കെ വെച്ച് കത്തിച്ചിട്ട് ഈ പിടിയും പാപ്പയും കൊഴുക്കട്ടയും ഇലയടയും ഈ വക സാധനങ്ങളായിരുന്നു രാവിലെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും നാളെ ഉപ്മാവും പഴവും ആയിരുന്നെങ്കിൽ, നാളെ ഉണ്ടിയും പിടിയും ഒക്കെ ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയങ്ങൾ. ഇപ്പോൾ പിന്നെ കുക്കിനൊന്നും അങ്ങനെയൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിച്ചോളും. ഇത് അമ്മ അരി വാർത്തപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുടിക്കാനായിട്ട് ഇത്തിരി കഞ്ഞിവെള്ളം എടുത്തതാണ്. അതിൻ്റെ അകത്തുനിന്ന് തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുക്ക് പോയിട്ട് കഥ വങ്ങ് പൂട്ടി, അതാണ് ആ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം കഴിവ് വേണം. ഞാനും ലഞ്ച് സ്കൂളിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒരുപാട് പണിയുണ്ട് സ്കൂളിൽ, അപ്പോൾ വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ല. വന്നാൽ എൻ്റെ അത്രയും സമയം കൂടെ പോകും, എനിക്ക് നേരത്തെ തീർക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഐ വിൽ ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു ലീവ് സ്കൂൾ ടുഡേ, അതെനിക്കറിയാം. അപ്പോൾ അതിനേക്കാളും അത് ലേറ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ചോറും മീൻകറിയും വെജിറ്റബിളൊന്നും ചെയ്യാതിരുന്നത് ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്ക ഇരുന്നതുകൊണ്ടാണ് കേട്ടോ. അതിന്ന് എനിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ചെടുത്ത് ചൂടാക്കി ഫിഷ് ഫ്രൈ ചെയ്തത്, മത്തി ഫ്രൈ ചെയ്തതും ഒക്കെ ആയിട്ട് എടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെച്ചു. 2-3 ഡബ്ബയൊന്നും എടുക്കാനായിട്ടുള്ള സമയം ഇനിയില്ല. എന്നിട്ട് അതും കൊണ്ട് കുക്കുസാറിൻ്റെ ലഞ്ച് ബോക്സിന് മീതെ വെച്ചിട്ട് ഞങ്ങളതേ സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. മേക്കപ്പായിട്ടൊന്നുമില്ല, സൺസ്ക്രീനും മുടികെട്ടലും ഐബ്രോ പെൻസിലും അത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ 2 ഉണ്ടാവും. 2 പച്ച ബസ്സാണ്, ഒന്ന് പിയാത്ത ഒന്ന് AVK. ബ്ലൂ ആണെങ്കിലാണ് പഞ്ചമി.
ഒരു 1 hour ഗ്യാപ്പിൽ ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട് കേട്ടോ. നമ്മുടെ ചിന്നക്കടയിലോട്ടും ഉണ്ട്, പിന്നെ പുലിച്ചിറയിലോട്ടും കൊട്ടിയത്തോട്ടും ഉണ്ട്. അതാണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും. ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഈ വണ്ടി ഇങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങളിതേ സ്കൂളിലേക്ക് ഇറങ്ങിയാണ്. അമ്മ നിലൂന് അവിടെ അട കൊടുത്തുകൊണ്ടിരിക്കുക. അമ്മ ദേ ആ ബെഞ്ചിലുണ്ട്. ലൈറ്റ് അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് കാണാം, എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇന്നലത്തെ പരിപാടി തന്നെ ഇതിൻ്റെ സോർട്ടിങ് ഔട്ടായിരുന്നു. അതായത് ഇവിടെ വെക്കാൻ പാകത്തിനുള്ളത് മാത്രം, എല്ലാം നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് 3rd and 4th ക്ലാസ് ഉള്ളത്. അവിടെ ബെഞ്ച് ആൻഡ് ഡെസ്ക് ഒക്കെ മാറ്റിയിട്ട് അവിടെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. എല്ലാം വെക്കാൻ പറ്റത്തില്ല എന്ന് അത് നമ്മൾ അങ്ങനെ പറയുന്നതല്ല. ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റബിൾ അല്ലേ. ചിലതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, ചിലത് ഒരുപാട് ചുളുങ്ങിപ്പോവും. അപ്പോൾ ഞാൻ പേരൻസിനോട് ലാസ്റ്റ് ടൈം ഒരു മീറ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ പുലിച്ചിറ പോകുന്നതിന് മുമ്പ്, അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീറ്റായിട്ട് പ്രസൻറ്റബിളായിട്ട് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നത് വെക്കാൻ നമ്മൾ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കി കണ്ടുപിടിച്ചെങ്കിലും അവിടെ വെക്കും അല്ലേ. പിന്നെ ചിലത് അങ്ങനെ ചീത്തയായി പോകും കേട്ടോ. ഇതിനൊക്കെ ചെയ്ത് കുറച്ച് നേരത്തെയൊക്കെ ചെയ്ത് വെച്ചത് അങ്ങനെ നല്ല എഫേർട്ട് എടുത്തിട്ട് അറ്റവും മൂലയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയതൊക്കെ ആണെങ്കിൽ അത് ഞാൻ തന്നെ അത് വീണ്ടും കട്ട് ചെയ്ത് ബോർഡറൊക്കെ വരച്ച്, അതായിരുന്നു എൻ്റെ ഇന്നലത്തെ ഫുള്ള് പണി. അതായത് തേഴ്സ്ഡേ ഫുള്ള് ഞാൻ അതിനായിരുന്നു ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അലങ്കോല പണികൾക്ക്, അതായത് ഓരോ ചാർട്ടിൻ്റെ അകത്തും ഉള്ള എന്തോന്നാണ് ഉള്ള ഈ കുറവുകളൊക്കെ നമ്മൾ പരിഹരിച്ച് വരത്തില്ലേ, ആ സംഭവം തന്നെ. നല്ല ബോർഡറൊക്കെ വരച്ച്, ചിലതിൻ്റെ നെയിം കുഞ്ഞതായിരിക്കും, അപ്പോൾ വലുതായിട്ട് നെയിമൊക്കെ എഴുതി, അങ്ങനെ എൻ്റെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സഹായിക്കാനായിട്ട് ഫ്രീ പീരീഡുള്ള ടീച്ചേഴ്സ് ഇങ്ങോട്ടേക്ക് വരും, മേളിലേക്ക് വരും. എനിക്കിന്നൊരു 2 hour ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇന്നിപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റേത് റാൻഡമായിട്ട് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനത്തെ സബ്ജക്ട്സ് ആയതുകൊണ്ട് അത് കവറപ്പ് ചെയ്ത് പോകും. അത് കവർ ചെയ്ത് പോകാൻ എല്ലാ സ്കൂളിലും നമുക്കൊരു മാത്സ് മിസ് ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കും ഉണ്ടൊരു മാത്സ് മിസ്. ഷീ ഈസ് വെരി വില്ലിങ് ടു, ഏത് സംഭവങ്ങൾ ഇവിടെ നടന്നാലും ലയണ അത് ചെയ്യാനുണ്ടോ എങ്കിലും ഞാൻ പോയി ക്ലാസ് എടുക്കട്ടെ എന്ന് ഫസ്റ്റ് ചോദിക്കുന്ന ആൾ ഞങ്ങളുടെ മാത്സ് മിസ് സോജ മിസ്സായിരിക്കും. അപ്പോൾ മിസ്സ് അവിടെ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യുന്നതും ക്ലാസ്സിൻ്റെയൊക്കെ കൂട്ടത്തിൽ അതൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ബാക്കിയുള്ളവർ ഇതുപോലെ ആരാണോ ഫ്രീ, അതാണ് നിങ്ങൾ പല ഫീസസ് മാറി മാറി കാണുന്നത്. ഫ്രീ ആവുന്ന ആൾക്കാർ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ആൻറ്റിമാർ 2 പേരും ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഡെസ്കും ബെഞ്ചും ഒക്കെ പാവങ്ങൾ താഴെ വരെ ചുമന്നുകൊണ്ടിട്ടു. ഇത് കുറച്ച് എം ടി ആയിട്ടിരിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പണിഞ്ഞ് ഇത് ഇങ്ങനെ ഈ ഒരു വിധത്തിലായി വരുന്നുണ്ട്. ഇതിനിടയിൽ ഒരു തവണ ഞാൻ ക്യാമറ ഇങ്ങനെ ഏതോ ഒരു ആംഗിളിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാനൊരു 1 hour അത് മറന്നുപോയി ക്യാമറ അവിടെ ഇരിക്കുന്നത്. പിന്നെ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ബാക്കി പണിയൊക്കെ തീർന്നു വന്ന് നോക്കിയപ്പോഴാണ് അയ്യോ ഇത് ഇവിടെ ഓണാക്കി വെച്ചല്ലോ എന്ന് ആലോചിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബിറ്റ്സ് എടുത്തിട്ട് ഓഫ് ചെയ്ത് വെക്കലായിരുന്നു എൻ്റെ പ്ലാൻ. അത് മാത്രം ഒന്ന് പാളിപ്പോയി, 1 മണിക്കൂർ ഇരുന്നു. ഇതെല്ലാം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പും മാസ്കിംഗ് ടേപ്സും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഈ മതിലയിൽ ഒട്ടിക്കാനായിട്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഇപ്പോഴത്തെ കരക്കാറ്റ് നിങ്ങൾക്ക് ആ വിൻഡോയിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും, നല്ല രീതിക്ക് കാറ്റടിക്കും. ഈ വിൻഡോസിനാണെങ്കിൽ അങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള സെറ്റപ്പൊന്നുമില്ല. രാവിലെ വന്നപ്പോൾ എല്ലാം താഴത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത്തവണ ഡാഡയുടെ ഐഡിയ ആയിരുന്നു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് പെയിൻറ്റിന് അധികം കേടുപാട് പറ്റത്തില്ലല്ലോ. അങ്ങനെ ബോർഡറിന് വീതി കുറഞ്ഞ മാസ്കിംഗ് ടേപ്പ് ബോർഡറായിട്ട് ഞാൻ അങ്ങനെ ചാർട്ട് വെച്ചിട്ട് ചിലതൊക്കെ 4 സൈഡിൽ ഒട്ടിച്ചു, ചിലത് 4 സൈഡിൽ ഒട്ടിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാലും മാസ്കിംഗ് ടേപ്പ് നമ്മൾ മേടിച്ചതിനേക്കാളും കൂടുതൽ വേണ്ടി വരുമെന്ന്. അതുകൊണ്ട് പിന്നെ 2 സൈഡാക്കി, ഒന്നെങ്കിൽ അപ്പർ പോർഷനിലും ബോട്ടമിലും അല്ലെങ്കിൽ 2 സൈഡിലായിട്ട്. പിന്നെ ഞാൻ ഇത് മൊത്തം എൻ്റെ തലയിലാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറയത്തതേ ഉള്ളൂ, എനിക്കിനി ഇവിടെ ഒരു ബ്ലൂ വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു പിങ്ക് വേണം, ഇവിടെ ഒരു ഓറഞ്ച് വേണം, അങ്ങനെയൊക്കെ. അതിനനുസരിച്ച് ടീച്ചേഴ്സും ആൻറ്റിമാരും ഒക്കെ ഇങ്ങനെ ചെയ്തോളും. ഇവിടെ ഇങ്ങനെ നീളത്തിലുള്ളത് വേണം, ഇവിടെ കുറുകെ ഉള്ളത് വേണം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. നമ്മുടെ ടീമാണ് നമ്മുടെ സക്സസിൻ്റെ മെയിൻ കാരണം. ടീം ലീഡറോ അല്ലെങ്കിൽ ടീം ലീഡ് ചെയ്യുന്ന ആളോ ഓവർലുക്ക് ചെയ്യുന്ന ആളോ ഒന്നുമല്ല. അതിൻ്റെ അകത്തുള്ള ഓരോ ആൾക്കാരും വിചാരിക്കണം അതങ്ങനെ കറക്റ്റ് ആവണം എന്ന്. അത് ഇവരെല്ലാവരും അതിൽ പക്കാണ് കേട്ടോ. ഐ എം സോ ലക്കി ടു ഹാവ് സച്ച് എ ടീം. ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരും എനിക്ക് എടുത്ത് പറയണം എന്ന് തന്നെയുണ്ട്. എടുത്ത് പറയേണ്ടതാണ് എല്ലാവരുടെയും പേരും. ഇത് പ്രീത മിസ്സാണ്, നേരത്തെ കണ്ടത് സുജാ മിസ്സാണ്, പിന്നെ ജെനിഫർ മിസ്സ്, സോജ മിസ്സ്, പ്രെഡിറ്റ മിസ്സിനെ ഇനി നിങ്ങൾ കാണും. ഇവരെല്ലാവരും താഴെ പിള്ളേരെ നോക്കാനായിട്ട് നിൽപ്പുണ്ട്. ജെസ്സി മിസ്സും ജെനിഫർ മിസ്സും നമ്മുടെ LKG UKG ആയതുകൊണ്ട് തന്നെ അവരെ വിട്ടിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ബാക്കിയുള്ളവരുടെ കൈക്ക് നിൽക്കാൻ ഇത്തിരി പാടാണ്. LKG UKGക്ക് അത്യാവശ്യം സ്ട്രെങ്ത്തും ഉണ്ട്. ജെനിഫർ മിസ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഊഹിക്കാം, പഴുടൻ്റെ വൈഫ് ജെനിഫർ ചേച്ചി തന്നെയാണ് ഇവിടുത്തെ ജെനിഫർ മിസ്സ്. എൻ്റെ നാത്തൂനും ജെനിഫറാണ് കേട്ടോ. അതിലിവിടെ പേരൻസിന് ചില ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ, ഇടയ്ക്കൊക്കെ മാറി വിളിക്കും. UKGയിലെ ജെനിഫർ മിസ്സിനെ വിളിക്കാനുള്ളതിന് നേരെ നമ്മുടെ ട്രസ്റ്റ് മെമ്പറായ ജെനി ചേച്ചിയെ വിളിക്കും.
പിന്നെ 2 ആൻറ്റിമാർ, മെർലിൻ ചേച്ചിയും പ്രമീല ആൻറ്റിയും. അവരെയാണ് നിങ്ങൾ ഈ ഫ്രെയിമിൽ ഇടയ്ക്കും മറയ്ക്കും അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒത്തിരി ഡെസ്കും ബെഞ്ചും ഒക്കെ ചുവന്ന് ഇന്നൊരു പരുവമായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ, ഇയൂബ്, ഇട്ടുവിൻ്റെ അമ്മ സംഗീതയുണ്ട്. സംഗീത മിസ്സും ഇപ്പോൾ താഴെ ഏതോ ക്ലാസ് നോക്കിക്കൊണ്ടിരിക്കുക. സ്കൂളിലെ ലഞ്ച് ബ്രേക്കൊക്കെ ഇതിനോടകം തന്നെ കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റ് ഒന്നല്ല 3 മാസ്കിംഗ് ടേപ്പ് തീർന്നു. പ്രീത മിസ് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയേനെ, പക്ഷെ ഞാൻ ലഞ്ച് കഴിച്ചില്ല. ഇവരൊക്കെ കഴിച്ചായിരുന്നു. പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പ്രീത മിസ് തന്നെ കടയിലേക്ക് പോയി. അങ്ങനെ ആ ടേപ്പ് തിരിച്ച് വരുന്ന ഗ്യാപ്പിന് ഞാൻ ലഞ്ച് കഴിച്ചു. കൊണ്ടുപോയ ചോറും മീൻകറിയും മത്തി ഫ്രൈയും ഒക്കെ ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇത് പ്രെഡിറ്റ മിസ്സാണ്. ഗ്ലാഡ്സൺ അങ്കിളിനെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഞാൻ എടുത്ത് കാണിച്ചു തരാം. പപ്പയുടെ ഫ്രണ്ട് ഗ്ലാഡ്സൺ അങ്കിളിൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. അമ്മയുടെയും ഒരു റിലേറ്റീവിൻ്റെ മോൻ്റെ വൈഫും കൂടെയാണ് കേട്ടോ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പും കൂടെ അവരുണ്ട്. അമ്മ ആയി എന്ന് വിളിക്കുന്നത് ഈ പ്രെഡിറ്റ മിസ്സിൻ്റെ മദർ ഇൻ ലോനെയാണ്. അമ്മേനെ വളർത്തിയതോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് അതിൻ്റെ പുറകിൽ. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് ഡീറ്റെയിൽസ്. എന്തായാലും അമ്മയുടെ ഒരു ക്ലോസ് റിലേറ്റീവാണ് ഈ ആയി എന്ന് വിളിക്കുന്ന ആൻറ്റി. അപ്പോൾ പിന്നത്തെ പരിപാടി ഞങ്ങൾ രണ്ടുപേരും കൂടെയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ മാക്സ് മിസ്സാണ് ഈ വരുന്ന സോജ മിസ്സ്. ഇപ്പോൾ വരുന്നതും നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ, നിങ്ങൾക്ക് നിൽക്കണോ എന്നാൽ ഞാൻ പോയി ക്ലാസ് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം 2 ക്ലാസ്സിനെ നമ്മൾ ഒരുമിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാത്സ് ആണെങ്കിൽ അവർക്ക് 2 പേർക്കും ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സബ്ജക്ട്സിന് അങ്ങനെ പറ്റത്തില്ലല്ലോ 2 ക്ലാസ്സിനെയും കൂടെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ എല്ലാ വർക്ക്സും സെറ്റ് ചെയ്ത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റത്തെ എൻ്റെ പരിപാടി ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റ്സ് ഇടുക എന്നുള്ളതാണ്. വീട്ടിലിരുന്ന LED സെറ്റ് തന്നെ ഒരു പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നിരുന്നു. അതിൽ 3 ലൈറ്റ്സ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. പക്ഷേ അതിലൊരെണ്ണം കത്തിയില്ല. പിന്നെ നമ്മുടെ പ്രീത മിസ് തന്നെ വീണ്ടും ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ബാക്കി ഉണ്ടാകുന്ന കവറിങ് കൊടുത്തു വിടാൻ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു. അപ്പോൾ കിട്ടിയ ലൈറ്റൊക്കെ ഞാൻ ഇവിടെ വാരി ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യു ഹാവ് ടു യൂസ് സ്ലിപ്പേഴ്സ്. ഞാനിപ്പോൾ ചെരുപ്പ് ഊരിയിട്ടിരിക്കുന്നത് എൻ്റെ കാല് നോവുന്നു കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇന്നും നമുക്ക് ഒരുപാട് നേരം നിന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, ചെരുപ്പിനകത്ത് നിന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാലൊന്ന് തറയിൽ ചവിട്ടണമെന്ന്. എനിക്ക് ഈ തോന്നലൊരു 10:30 ഉണ്ടായി. അന്നേരം തൊട്ട് എൻ്റെ കാലിൽ ചെരുപ്പില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണക്റ്റൊക്കെ ചെയ്യുമ്പോൾ പ്ലഗ് പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ എം ദ ലാസ്റ്റ് പേഴ്സൺ ടു ലീവ്. അങ്ങനെ എല്ലാം കണക്ട് ചെയ്തൊക്കെ വെച്ച് ഞാൻ ഇറങ്ങാറായെന്നല്ല, മമ്മി വന്ന് വിളിച്ചു. സെക്കൻഡ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞു. മമ്മിക്ക് എൻ്റെ ഇടയ്ക്കൊക്കെ പോകാനുള്ള ടൈമായി. ഇനി ഇറങ്ങാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ചെയ്താൽ മതിയെന്ന്. അതെന്നെ കൊണ്ട് പറ്റത്തില്ല. രാവിലെ എനിക്ക് ഇത്ര നേരം കിടക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എല്ലാ പണിയും തീർത്തിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയത്. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ, ചാർട്ട്സൊക്കെ ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അത് വിളിച്ചത് ആലനാണ്. ഇവിടെ കുറച്ച് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഗ്രില്ല് ചെയ്യാനായിട്ട്. അളിയൻ സൺഡേ പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം പുലിച്ചിറയിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഫിഷ് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് അരപ്പ് വരട്ടണേ എന്ന് പറയാനായിട്ടാണ് വിളിച്ചത്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറും കൊണ്ടാണല്ലോ സ്കൂളിൽ പോയത്. ഞാൻ പറഞ്ഞു അമ്മേൻ്റെ അടുത്ത് ഞാനത് പൊരിക്കാനുള്ള രീതിയിൽ അരപ്പ് പുരട്ടി വെക്കാൻ പറയാം, ബാക്കി വേണ്ട മസാലകളൊക്കെ ഞാൻ വന്ന് ചേർക്കാം, അത് പിടിച്ചിരുന്നാൽ മതി, പിന്നെ ഉള്ളത് ചേർക്കാനായിട്ട് എന്തായാലും നമ്മൾ 7:30 ആകുമ്പോഴേ ഗ്രില്ല് ചെയ്യത്തുള്ളൂ. ഇത്തിരി കിടക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ യു ഹാവ് ടു ഡൂ സംതിങ്സ്. അതിങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഒരു കട്ടൻ ചായ ഇട്ട്. അമ്മ ഇങ്ങനെ ഒരു കട്ടൻ ചായ ഇട്ട് തന്നു. ഇവിടെ ഗുണ്ടും പഴംപൊരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാർക്ക് പഴംപൊരി കൊടുത്തിട്ട് എനിക്കൊരു ഗുണ്ട് തന്നു. അപ്പോൾ അത് നിലുവിനെ കൊണ്ട് ഇത്തിരി തീറ്റിക്കാൻ നോക്കിയതാണ്. ചിലപ്പോൾ കഴിക്കും കേട്ടോ, അതിൻ്റെ ക്രസ്റ്റൊക്കെ ഗുണ്ടിൻ്റെ ആ മുരിമുരാന്നിരിക്കുന്ന സാധനം കഴിക്കും. അപ്പോൾ അത് അവനും കുറച്ച് കഴിച്ചു, ഞാനും കഴിച്ചു. എന്നിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. ഡ്രസ്സൊന്നും മാറ്റാനും കുളിക്കാനും ഒന്നും നിന്നില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അങ്ങനെ പുലിച്ചെറിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. അമ്മ അവിടെ പൊരിക്കാൻ പാകത്തിനുള്ള അരപ്പ്, ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ആയിട്ട് മീൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രില്ല് ചെയ്യാനാണെങ്കിൽ ഇതിന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എൻ്റെ സ്പെഷ്യൽ ഐറ്റം കറിവേപ്പിലയാണ്. എത്ര കറിവേപ്പില ആഡ് ചെയ്യണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഫിഷിന്. ഇറച്ചിയിലേക്ക് ആഡ് ചെയ്ത് കളയരുത്, അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഓടായിട്ട് തോന്നും. ഒരു ലൈം ഇരുന്നത് എല്ലാ ഫ്രിഡ്ജിലെയും പോലെ തന്നെ ഉണങ്ങി തുടങ്ങിയിരുന്നു. അതിനെ ഇടിച്ചൊരു ഇഞ്ച പരുവത്തിലാക്കി മാറ്റി വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഇഞ്ചിയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയൊക്കെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് കണ്ടപ്പോൾ എനിക്കിത്തിരി കുറവുള്ളതുപോലെ തോന്നി. നമ്മൾ മീൻ പൊരിക്കുന്നതിനേക്കാൾ നല്ല രീതിക്ക് അരപ്പ് വേണം. അത് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ മസാലയൊക്കെ നല്ല ഇതായിട്ടിരിക്കണം. അപ്പോൾ അതിന് ഞാൻ ഇത്തിരി പൊടികളും കൂടെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. പാത്രം നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടി ഉണ്ട് അതിൽ. അപ്പോൾ അതിലിനി മഞ്ഞൾപ്പൊടി വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില എടുത്തിട്ട് ഒരു ലൈം ഫുള്ളായിട്ട് സ്ക്വീസ് ചെയ്ത് ജാറിലേക്ക് തന്നെ ഇട്ടു. ഞാനവിടെ മണ്ഡപം അലങ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്നെ സ്റ്റാർ ഹെൽത്ത് നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം
ഇയർലി 12,000 എന്നും പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഏജൻറ്റ് പറഞ്ഞിട്ട് അത് 14,000 ആയി. പിന്നെ വീണ്ടും ചെറിയൊരു മാറ്റം എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ 19,000 ആണ് അടച്ചത്. ഈ വർഷം ദേ പറയുന്നു വീണ്ടും ചെറിയൊരു മാറ്റമുണ്ട്, 20,000 അടയ്ക്കണമെന്ന്. അപ്പോൾ 12 തുടങ്ങിയ പ്ലാനാണ് ഇവിടം വരെ എത്തിയത്. അങ്ങോട്ടും ഒന്ന് തിരിച്ചു വിളിക്കണം. സ്റ്റാർ ഹെൽത്തിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിലോട്ട് വിളിക്കാൻ ഞാൻ 2 ദിവസമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ കോൾ കട്ട് ചെയ്യലല്ലേ ഓപ്ഷനുള്ളൂ. അപ്പോൾ ഇന്നായപ്പോഴത്തേക്ക് പറ അവർ തിരിച്ചു വിളിക്കുന്നു. എൻ്റെ കയ്യിൽ മൊത്തം പശയും ചോക്കും ഒക്കെയാണ് കേട്ടോ ആ കാണുന്നത്, അല്ലാതെ ഡ്രസ്സ് അഴുക്ക് പിടിച്ചതല്ല. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്നേന്നും പറഞ്ഞ് എല്ലാം വൃത്തിയാക്കാം. ഇപ്പോൾ 2-3 എക്സിക്യൂട്ടീവ്സ് വിളിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ സ്കൂളിലാണ്, എന്നെ ഒരു 6 o'clock കഴിഞ്ഞ് വിളിക്കാമോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് തന്നെ ആ കോളും എനിക്ക് കിട്ടും കേട്ടോ. ഞാനത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആ കോള് വരുമ്പോഴത്തേക്ക് പറയാം. നമ്മൾ ഇപ്പോൾ എടുത്ത മസാലയിൽ ഞാൻ മുഴുവൻ കുരുമുളക് ഒരു പിടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ വരകളിലേക്ക് ഈ മസാല സാധാരണ നമ്മൾ തേക്കുന്ന പോലെയല്ല, നല്ലപോലെ കുത്തി അങ്ങോട്ട് ഇറക്കണം. എന്നാലേ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പീസ് എടുക്കുമ്പോഴും അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ മസാലയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ച് ഇരിക്കത്തുള്ളൂ. അതാണ് ടേസ്റ്റും. അങ്ങനെ ദേ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞു. ഇനി ഈ പാത്രങ്ങളെ കഴുകാനുള്ളൂ. ഡിന്നർ വെക്കേണ്ടാത്തത് തന്നെ ഇന്നത്തെ എൻ്റെ വലിയൊരു ആശ്വാസം. ഇതിനിടയിൽ ആ പണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. അപ്പോൾ അതേ സ്റ്റാർ ഹെൽത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പറയുന്നത് നമ്മളായിട്ട് ആഡ് ഓൺസ് ഒന്നും ചെയ്യാതെ അതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഇതിലെന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നത് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും പ്രീമിയത്തിൽ ഇതുവരെ വന്നിട്ടില്ല, യു ഹാവ് ടു ചെക്ക് വിത്ത് യുവർ ഏജൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാൻ എനിക്ക് പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇപ്രാവശ്യത്തത് അടയ്ക്കുക മത്ലബ് നമ്മളത് എഗ്രി ചെയ്തു എന്ന് വെച്ചിട്ടാണ് നമ്മൾ അത്രയും എമൗണ്ട് അടച്ചിട്ടുള്ളത്. എന്തെങ്കിലും ആഡ് ഓൺസ് നമ്മളായിട്ട് ചെയ്യാതെ ഇത് വരില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത ഒരു 10 lakhൻ്റെ നമ്മുടേതൊരു 3 lakhൻ്റെ എന്തോ കവറേജാണ്. അതിന് ഈ 20,000 ഒന്നും വരില്ല. ഈവൻ 10 lakhന് പോലും 20,000 ഇയർലി വരത്തില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ മാറ്റാൻ ഇപ്പോൾ തൽക്കാലം ഓപ്ഷൻ ഇല്ല, നമ്മൾ അടച്ചു പോയില്ലേ. ഇനി അത് 1 ഇയറിലേക്കാണ്. താനീന്നപ്പോഴേക്ക് ആലൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഈ സാധനം ചോറ് കഴിച്ചില്ല, ഇങ്ങനെ മെലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുത്തി ചോറ് കൊടുത്തു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചായ കൊടുത്തു കഴിഞ്ഞാൽ ലഞ്ച് വീണ്ടും സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കു സാർ ഈ സമയത്തൊക്കെ പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുലിച്ചറ പോകുന്നതിന് മുമ്പ് അവൻ ഫുട്ബോളുമായിട്ട് കുറച്ചൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. കിച്ചണൊക്കെ വീണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 പേർക്കും കൊടുക്കാനായിട്ട് പഴംപൊരി ഉണ്ടാക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ 2 ബനാന എടുത്ത് 3ആയിട്ട് കട്ട് ചെയ്ത് അവനിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് ഷുഗർ ഇട്ട് 2 ഫോക്കിട്ട് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്ത് ഞാൻ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് അമ്മയമ്മമാർക്ക് പാല് കൊടുത്തതാണ്. പിന്നെ ഇവന്മാരൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി പുലിച്ചെറി പോയി ഗ്രില്ല് ചെയ്തൊക്കെ വരാനായിട്ട് ഒരു നേരമാകും, എന്നാലും ഒരു 7:30 ആവും. എന്നാലും അതുവരെ ഒരു തട കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് 2 പേർക്കും കുറച്ച് ബനാനയായിട്ട് എടുത്തിട്ട് ഞങ്ങളതേ പുറത്തോട്ട് വന്നിരുന്നു. ആലൻ ഫ്രഷ് ആവാൻ പോയി, കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനായിട്ട്. പിന്നെ കുറച്ച് നേരം അമ്മമാരുടെ കൂടെ അങ്ങനെ ഇരുന്നു. ഇന്നത്തെ സൺസെറ്റിൻ്റെ ഒരു ബിറ്റ് ഞാൻ കാണിച്ചു തരാം. ആ മരത്തിൽ നല്ല മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അതാണ് കാക്കസാർ അവിടെ കിടന്ന് കറങ്ങുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം ഒരു തീരുമാനമായി. ഞാനത് പ്ലഗ് ചെയ്തിട്ടിട്ടാണ് പോയി പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഞാനും റെഡിയായി. പുലിച്ചെറിയിലേക്ക് ഇറങ്ങുവാണ്. നാളെ ശനിയാഴ്ചയാണെങ്കിലും രാവിലെ എണീക്കണം, സാരി ഉടുക്കണം, പോകണം. അതുകൊണ്ട് തന്നെ മാക്സിമം ഡിലേ ആക്കാതെ നോക്കും. അഥവാ കുറച്ച് ഡിലേ ആയാൽ ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. കാരണം പിന്നെ നടക്കത്തില്ല, ഉറക്കം അങ്ങോട്ട് ശരിയാകത്തില്ല. ഈ കുരിശടി ഉണ്ടല്ലോ, ഇത് സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കുരിശടിയാണ്. ഇവിടെ ഞായറാഴ്ച പെരുന്നാളാണ്. അത് ഞാൻ മറ്റൊരു ലോങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഞായറാഴ്ച പെരുന്നാളിന് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ കരിയൊക്കെ തീർന്നു. കരി ഇല്ല എന്നുള്ള കാര്യം ഡാഡ എന്നോട് പറഞ്ഞെങ്കിലും ഇത്രയും കാര്യത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ തലനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിട്ടുപോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പറയുന്നത് ഡാഡ കരിയില്ലെന്ന് പറഞ്ഞായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഗ്രില്ലെടുത്തിട്ട് അതിലാണ് ഫിഷ് ഗ്രില്ല് ചെയ്തെടുത്തത്. പക്ഷേ ടേസ്റ്റിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഫുള്ളായി. ഇനി ഞാൻ സ്റ്റോറേജ് പർച്ചേസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ ആരനോട് പറഞ്ഞപ്പോഴത്തേക്ക് പറയാം, നീ ഇരുന്ന് നോക്ക്, യൂട്യൂബിലോ മറ്റൊക്കെ വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഞാനത് നേരെ കൊണ്ടുവന്ന് ചേച്ചീനെ ഏൽപ്പിച്ചു. ചേച്ചി അത് ഉടനെ തന്നെ അത് ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ലാപ്പ് എടുത്തിട്ട് അതിന് കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മാറ്റിയാൽ മതിയെന്നും പറഞ്ഞിട്ട് അത് പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്നെപ്പോലെയാണ് കേട്ടോ. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് നടന്നോളും. അത് വിത്തിൻ
ഒരു ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ചേച്ചി അതിനുള്ള ബാക്കി പണികളൊക്കെ തുടങ്ങിക്കോളും. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡാരിൽ ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കുക്കു സാറിൻ്റെ മുടി കണ്ട് ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. ഡാരിൽ ഞെട്ടുന്നത് കാത്തിരിക്കുകയാണ്. മുടി വെട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ. അവനോടത് റിയാക്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവനത് പൊളിച്ചടിക്കുക കയ്യിൽ തന്നു. എന്നാൽ ആദ്യത്തെ ബിറ്റിൽ അവൻ്റെ ഫേസ് ഇല്ലെങ്കിലും അവനുണ്ടാക്കിയ ഒച്ച എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് എനിക്കത് കറക്റ്റ് ആ ഓളത്തിന് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. ചപ്പാത്തിയും ഗ്രിൽഡ് ഫിഷും ഒക്കെ ആയിരുന്നു. മമ്മി ഈ പിള്ളേർക്ക് എല്ലാവർക്കും ചോറ് തന്നെയാണ് കൊടുത്തതെന്ന് തോന്നുന്നു. ഞാൻ നിലുവിന് എന്തായാലും ചോറ് തന്നെ എടുത്തു. ചേച്ചിയുടെ അവിടെ നിന്ന് കുറച്ച് ചോറുണ്ടായിരുന്നു, അതെടുത്ത് അവനിൽ വെച്ച് ചൂടാക്കി. കുറച്ച് നെത്തോലി കറി ഉണ്ടായിരുന്നു ചേച്ചി വെച്ചിരുന്നത്, അതുമായിട്ട് കൊടുത്തു. പിള്ളേരുടെ ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും ചേച്ചിയും മമ്മിയൊക്കെ കഴിച്ചത്. ഞങ്ങൾ പിന്നെ മീനിൻ്റെ തലയും മുള്ളും വാലിൻ്റെ അറ്റവും ഒക്കെ നല്ല ആസ്വദിച്ച് കടിച്ച് പൊട്ടിച്ചൊക്കെ കഴിച്ചു. ഇതിനിടയിൽ ഡെല്ലി ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവൾ എന്ത് ടിഷ്യൂ പേപ്പറാണോ, ഞാൻ കോട്ടനാണോ, കോട്ടൺ വെച്ചിട്ടങ്ങാണ്ട് ചെയ്തതാണ്. ഇനി സ്കൂളിലെ എക്സിബിഷനും ഫെസ്റ്റും ഒക്കെ കാണണ്ടേ. ഞാൻ ഇത്രയും മെനക്കെട്ടത് നിങ്ങൾ കാണാതെ പോയാൽ എങ്ങനെയാണ്? നിങ്ങളും വായോ കാണാം. ഇത് ആനുവൽ സ്കൂൾ ഫെസ്റ്റ് എന്ന് പറയുന്നത് പിള്ളേർക്ക് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു 150 റുപ്പീസ് കളക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് അതിനുള്ളൊരു കൂപ്പൺ കൊടുക്കും. ആ കൂപ്പൺ ഡാഡ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് 10 റുപ്പി 20 റുപ്പി അങ്ങനെ കുറേ ബോക്സസ് ഉണ്ടാവും. ഇത് 100 റുപ്പീസ് ആവുന്നത് വരെ ഇവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവർ ഓരോ സ്റ്റോളിൽ നിന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സ് ആ എമൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഫുഡ് കോർട്ടിൽ സിപ്പപ്പ്, കുൽഫി, പിന്നെ ലേസ്, ബിസ്ക്കറ്റ്സ്, ബാക്കി ഐറ്റംസൊക്കെ അവിടെയുണ്ട്. അവിടെ നിന്ന് മേടിച്ചാലും ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അതായത് അവരുടെ 100 റുപ്പി തീരുന്നത് വരെ അവർക്ക് ഇന്ന് മുഴുവൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ എക്സിബിഷൻ്റെ പേര് ബിയോണ്ട് ദ ക്ലാസ് റൂംസ് എന്നാണ്. അത് മേലെ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, അതായത് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ നമ്മൾ മേലെ സെറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഫുൾ രൂപമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ നോവ, എൻ്റെ ഞാൻ തലതൊട്ട എൻ്റെ പുത്രൻ, അവൻ ഉണ്ടാക്കിയതാണിത്. അവൻ്റെ അമ്മ ലാബിലാണ് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റിയിൽ. വിത്ത് ഹെർ ഹെൽപ്പ് അവൻ ചെയ്ത വോൾക്കാനോ ആണത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിന്നെ ഇങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ പതഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായിരുന്നു നമുക്ക് ഇത്തവണ ആകെ ഉണ്ടായിരുന്ന ഒരു വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സ്റ്റോളിൽ രാവിലെ വന്നവർക്കൊക്കെ സകല ടോയ്സും കിട്ടി കേട്ടോ. പിന്നെ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഈ പേരൻസുമായിട്ട് വന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ കയ്യിലെ കൂപ്പൺ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് ബൈ ചെയ്യും. അപ്പോൾ നമുക്കത് ഡിനേ ചെയ്യാൻ പറ്റത്തില്ല, തരൂല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയും കൊടുത്ത് പിന്നീട് വന്നവർക്ക് അത് നമ്മൾ ടൈം പറഞ്ഞിരുന്നു, 9:30 to 11:30 ഉള്ളിൽ വരണം എന്ന് പറഞ്ഞിരുന്നു. കുറേ പേരൊക്കെ ലേറ്റായി. പിന്നെ വന്നവർക്ക് ടോയ്സ് അധികം കിട്ടിയില്ല. പിന്നെ അവർ മാജിക് സ്ലേറ്റും സ്കെച്ച് പെൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സെക്ഷനിലായി ബാക്കിയുള്ളവരൊക്കെ പിന്നെ പർച്ചേസിങ്. താമസിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. കറക്റ്റ് സമയത്ത് വന്നിരുന്നെങ്കിൽ എല്ലാം കിട്ടിയേനെ ആവശ്യത്തിന്. നമ്മൾ പ്രയോറിറ്റി കൂപ്പണിന് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ വാശി പിടിക്കുമ്പോൾ നമുക്കങ്ങനെ ഡിനേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ഇതിൻ്റെ ആൾക്കാരില്ലാതെ ഇത് ഫൈനലി ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതെന്നൊന്ന് കാണിക്കാനായിട്ട് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ദ ടീച്ചേഴ്സ്. ലൈറ്റൊക്കെ അവസാനം പിന്നെ അതിൻ്റെ പിന്നിന് എന്തോ ഒരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ പ്ലഗ് പോയിൻ്റ് ആയിരുന്നു, പിന്നായിരുന്നു ഈ LED എൻഡിൽ. അത് പ്ലഗ് പോയിന്റിൽ നിന്നിങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഡാഡ പിന്നെ തീപ്പെട്ടിക്കോല് വെച്ച് ശരിയാക്കി. അങ്ങനെ നമ്മുടെ സ്കൂളിലെ ഇന്നത്തെ പരിപാടികളെല്ലാം, സാറ്റർഡേയിലത്തെ പരിപാടികളെല്ലാം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു. അതൊക്കെ അങ്ങനെ മേളിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ. എനിവേസ്, അങ്ങനെ ഈ വർഷത്തെ സ്കൂൾ ഫെസ്റ്റും എക്സിബിഷനും ഒക്കെ കഴിഞ്ഞു. താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ഓൾ ദിസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.